അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ 5 മിനിറ്റ് താഴെ ഒരു 3 വെറൈറ്റി ഡിഷസ് കപ്പലണ്ടി വെച്ച് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. നമസ്കാരം. നമ്മളിന്ന് കപ്പലണ്ടി കൊണ്ട് എങ്ങനെ ക്യുക്കായിട്ടൊരു 2-3 ഐറ്റംസ് ഉണ്ടാക്കാം എന്നാണ് നോക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. ഈ 3 ഐറ്റം കൂടി ചെയ്യാനായിട്ട് നമുക്കൊരു 5 മിനിറ്റ് താഴെ സമയം മതി. അപ്പോൾ ആദ്യം നമുക്ക് കപ്പലണ്ടി എങ്ങനെ ഈസി ആയിട്ട് മൈക്രോവേവ് ചെയ്ത് വറുത്തെടുക്കാൻ നോക്കാം. നമുക്ക് സാധാരണ ചട്ടിയിലിട്ട് വറുത്തെടുക്കാം, പക്ഷെ അത് കുറച്ച് ടൈം എടുക്കും. മൈക്രോവേവ് ചെയ്യുമ്പോൾ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 3 മിനിറ്റ് മതിയാവും. അപ്പോൾ അതിനകത്ത് ഞാനിവിടെ വറുക്കാത്ത കപ്പലണ്ടി നമുക്കതെല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടും, സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ കിട്ടും. പിന്നെ ഒരു അവൻ പ്രൂഫ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പോൾ ഇവിടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിനകത്ത് നമുക്ക് ആവശ്യത്തിന് തൊട്ട് നോക്കുമ്പോൾ ഉപ്പ് ഫീൽ ചെയ്യുന്ന പരുവത്തിൽ ഉപ്പ് ആഡ് ചെയ്യാം. ഇവിടെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. വെള്ളം നാക്കിൽ വെച്ച് നോക്കിയാൽ അതിലൊരു ഉപ്പ് ഫീൽ ചെയ്യണം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിപ്പോൾ എത്ര കപ്പലിൻ്റെയാണോ വറുക്കേണ്ടത് അതെടുത്തിട്ട് ഈ ബൗളിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഗ്ലാസ് ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓവൻ പ്രൂഫായിട്ടുള്ള ഏത് ബൗൾ വേണമെങ്കിലും യൂസ് ചെയ്യാം, ഗ്ലാസ് ബൗളാണ് കൂടുതൽ സൗകര്യം. ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു 3/4 കപ്പ് കപ്പലണ്ടി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കണം. ഒരു സ്പൂൺ മതിയാവും. വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക. വെള്ളം തളിച്ചു കൊടുത്ത ശേഷം നന്നായി കൈ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു നനവ് എല്ലാ കപ്പലണ്ടിയിലും എത്താൻ പാകത്തിന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇത് ഓവനിൽ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് മൈക്രോവേവ് മോഡിലാണ്. നമുക്കിത് തുറന്ന് ഈ പാത്രം അവൻ്റെ അകത്തേക്ക് വയ്ക്കാം. വച്ച ശേഷം നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മിനിറ്റ് 15 സെക്കൻഡാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു 1-1.25 മിനിറ്റ് ആകുമ്പോൾ നമുക്കതൊന്ന് ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം വീണ്ടും ഒരു മിനിറ്റും കൂടി ചെയ്യേണ്ടി വരും. നോക്കാം. അപ്പോൾ 1.25 മിനിറ്റായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒരു മിനിറ്റ് വയ്ക്കാം. 1.5 മിനിറ്റാണ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ടക്ക് ടക്ക് എന്നുള്ള പൊട്ടുന്ന പോലത്തെ ശബ്ദം കേൾക്കും അവനിൽ നിന്ന്. അത് കുഴപ്പമില്ല, അത് കപ്പലിൻ്റെ മൂത്ത് വരുന്നതിൻ്റെയാണ്. അപ്പോൾ അധികം നമ്മൾ ഓവറായിട്ട് മൂപ്പിക്കണ്ട, കാരണം അപ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അത് പുറത്ത് വെച്ച ശേഷം കുറച്ച് നേരം കൂടെ ഒന്ന് ചൂടാവുമ്പോഴാണ് അത് ക്രിസ്പി ആയിട്ട് വരിക. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് പുറത്തേക്ക് എടുക്കാം. ഞാനിതിപ്പോൾ അവനിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. കണ്ടപ്പോൾ നിങ്ങൾക്ക് കേൾക്കാം, നല്ല ക്രിസ്പിയായി വറുത്തുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇതിപ്പോൾ നല്ല ക്രിസ്പിയായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞു. ഇങ്ങനെ എടുത്ത് നമുക്ക് കാണാം, എന്താ തൊണ്ട് പൊളിഞ്ഞു വരുന്നത് കണ്ടോ. നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ ഈസിയാണ്. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നതുകൊണ്ട് കപ്പലണ്ടി കഴുകി ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ഉണക്കി കഴിഞ്ഞാൽ വളരെ ഹൈജീനിക്കായി തൊണ്ടോടുകൂടി കുട്ടികൾക്കൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്തൊരു ഐറ്റം, ഇതേ കപ്പലണ്ടി തന്നെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതായത് കുറച്ച് മസാല ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മസാലയൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഒന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് മുളക് പൊടി, ലേശം ഉപ്പ് കൂടെ ആഡ് ചെയ്യണം. കറിവേപ്പില ഒന്ന് ഫ്രൈ ചെയ്ത പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലേശം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ ജസ്റ്റ് കുറച്ച് കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാനിപ്പം സാധാ മുളക് പൊടി ഒരു 1/4 ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്.
നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കപ്പലണ്ടിക്കൊക്കെ കുറച്ച് ഉപ്പുണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ കുറച്ചൊരു ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ വറുത്ത കപ്പലണ്ടിക്ക് ഉപ്പ് അധികമാണെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വച്ചിരിക്കുന്ന കപ്പലണ്ടി എടുത്ത് ഇതിനകത്തേക്ക് ഇടുക. നന്നായി സ്റ്റീർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരുപാട് തീയിലിടേണ്ട ആവശ്യമില്ല, ചെറിയൊരു തീയിലിട്ടിട്ട് ഇതൊന്ന് ഡ്രൈ ചെയ്ത് വന്ന വരെ വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ പുറത്തേക്ക് ലേശം മുളക് പൊടി തൂവി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു സെർവ് ചെയ്യുന്ന ഡിഷിലേക്ക് മാറ്റാം. പിന്നെ ചെയ്യാൻ പോകുന്ന ആ വറുത്ത് വെച്ച കപ്പലണ്ടി വെച്ചിട്ട് നമ്മളൊരു കപ്പലണ്ടി സാലഡ് പോലെ ചെയ്യാണ്. ഇത് ആക്ച്വലി വെയിറ്റ് ലോസ് നോക്കുന്നവർ അധികം കപ്പലണ്ടി വേണ്ട, പക്ഷെ കുറച്ചിട്ടിട്ട് കഴിക്കാം. പിന്നെ കുട്ടികൾക്കും എല്ലാവർക്കും നല്ലതാണ്. കുട്ടികൾക്ക് പച്ചമുളക് ഇഷ്ടമല്ലെങ്കിൽ പച്ചമുളക് അവോയ്ഡ് ചെയ്യാം. അതൊന്നുമല്ല, സിമ്പിളാണ്. അതിനകത്ത് തക്കാളി അരിയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, തക്കാളിയുടെ കുരു എല്ലാം കളയണം. അതായത് ഒത്തിരി പൾപ്പ് ഇങ്ങനെ ചാടി വരരുത്, അല്ലെങ്കിൽ ഭയങ്കര മോയ്സ്റ്റായി പോകും, ക്രിസ്പിനെസ് പോകും കപ്പലണ്ടിയുടെ. അപ്പോൾ നമുക്ക് തക്കാളി, പച്ചമുളകും സവാള ഉള്ളിയും കൂടെ നന്നായി മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വരെ നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇത് നമ്മൾ എപ്പോഴാണോ ഉപയോഗിക്കുന്നത് അപ്പോൾ തന്നെ ഇത് ചെയ്ത ഉടനെ തന്നെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് നന്നായി മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. ഇത് കൈ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പം കൈ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ മല്ലിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഇതിനകത്തേക്ക് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ആഡ് ചെയ്യണില്ല, കാരണം മോൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മളൊരു കപ്പലണ്ടി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കപ്പലണ്ടി ആഡ് ചെയ്യുക, നന്നായി മിക്സ് ചെയ്യുക. കറിവേപ്പില വേണമെങ്കിൽ ആഡ് ചെയ്യാം. ലേശം ഒരു 2 ഡ്രോപ്പ് വെളിച്ചെണ്ണ. നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് മാറ്റാം. നമ്മളിപ്പോൾ ഇവിടെ 5 മിനിറ്റ് താഴെ ഒരു 3 വെറൈറ്റി ഡിഷസ് കപ്പലണ്ടി വെച്ച് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. 3 വളരെ ഹെൽത്തിയാണ്, നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുത്താണ്. കുട്ടികൾക്ക് എന്തായാലും വെക്കേഷന് ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കുട്ടികളെ കൊണ്ടും ചെയ്യിപ്പിക്കുക, അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളൊരു ഗൈഡൻസ് കൊടുത്താൽ മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.